Hi students, Applebee Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കൽ പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ അനാലിസിസിനെ കുറിച്ചിട്ടാണ്. സോ ജാനുവരി 2023 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. മൈക്കൽ പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ അനാലിസിസ്, എന്താണ് ഈ മൈക്കൽ പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ അനാലിസിസ്, അല്ലെങ്കിൽ അവിടെ എന്താണ് അനലൈസ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ടൂൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. So it is about a set of activities performed by a firm operating in a specific industry in order to deliver a valuable product or services for market. അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് അത് ആ ഒരു വാല്യൂ കസ്റ്റമറിലേക്ക് ഡെലിവർ ചെയ്യുന്നിടം വരെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്ന പല ആക്ടിവിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ this analysis is a part of Porter's broader concept of competitive advantage, which is focused on how a company can achieve and sustain a competitive edge in its industry. അതായത് അവരുടേതായ ഒരു എന്താ പറയുക, ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. സോ പോർട്ടേഴ്സിൻ്റെ വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഡയഗ്രം ആയിരിക്കും ഇത്. സോ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെയുണ്ട്. അതായത് ബേസിക്കലി നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷനിലുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. പ്രൈമറി ആക്ടിവിറ്റീസും ഉണ്ട്, സപ്പോർട്ട് ആക്ടിവിറ്റീസും ഉണ്ട്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻ, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് സർവീസസ്. സപ്പോർട്ട് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ഫേം ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ടെക്നോളജി ഡെവലപ്മെന്റ്, പ്രൊക്യൂർമെന്റ്. നൗ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ആക്ടിവിറ്റിയാണ്. പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ബേസിക് ആക്ടിവിറ്റീസ്. അതായത് ഇവിടെയാണ് ആക്ച്വലി ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് അതിനെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ പ്രൈമറി ആക്ടിവിറ്റീസിൽ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദേ ആർ ദ കോർ ആക്ടിവിറ്റീസ്. കാരണം ഇതുണ്ടെങ്കിലേ സർവീസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സപ്പോർട്ടിങ് ആക്ടിവിറ്റീസിൻ്റെ ആവശ്യമുള്ളൂ. സോ ദേ ആർ ദ കോർ ആക്ടിവിറ്റീസ് നമുക്ക് പറയാം. ആൻഡ് ഇതിൽ ഉൾപ്പെടുന്ന 5 ആക്ടിവിറ്റീസിൽ വരുന്ന ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങളത് ആ ഓർഡറിൽ തന്നെ പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങളോട് വേണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യൂ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻബൗണ്ട് ആണ്. ദാറ്റ് മീൻസ് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു റിസീവിങ്, സ്റ്റോറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് റോ മെറ്റീരിയൽസ്. അതായത് റോ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരുന്നത്. കാരണം റോ മെറ്റീരിയൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഇൻബൗണ്ടിൽ വരുന്നത്. വാട്ട് ഇസ് ദിസ് ഓപ്പറേഷൻ? ഇറ്റ്സ് അബൌട്ട് ദ കൺവേർഷൻ. ഈ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ഒരു സ്റ്റേജാണ് ഇവിടെ സംഭവിക്കുന്നത്, ഓപ്പറേഷനിൽ സംഭവിക്കുന്നത്. അപ്പം ആ ഒരു ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, operations. Now outbound logistics. And the outbound logistics, the activities associated with storing and delivering the final product to customers. Customers-ന് അത് കൊടുക്കുന്നത്, അതായത് ഫൈനൽ പ്രൊഡക്റ്റിൽ എത്തി നമ്മൾ നിൽക്കുകയാണ്. സോ ഫൈനൽ ടു കസ്റ്റമേഴ്സ് ആണ് എവിടെ വരുന്നത്? ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ആൻഡ് വാട്ട് ഇസ് ദിസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉൾപ്പെടുന്നത്? ദ ആക്ടിവിറ്റീസ് ദറ്റ് പ്രൊമോട്ട് ആൻഡ് സെൽ പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. അതായത് ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ പറയുന്ന ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിലേക്ക് ഡെലിവർ ചെയ്യാൻ, ഇതിനെ സ്റ്റോർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, ആൾക്കാരിലേക്ക് അതിനെ എത്തിക്കണം, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പല രീതിയിലുള്ള ടൂൾസുകൾ നമ്മൾ യൂസ് ചെയ്യണം. അതെല്ലാം എവിടെയാണ് വരുന്നത്? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് സർവീസ്. സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞോ? ഒരിക്കലും ഇല്ല. ആഫ്റ്റർ സെയിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സർവീസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, അതായത് ഇൻപുട്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ദ കൺവേർഷൻ ടു ഔട്ട്പുട്ട്. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൽ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഫൈനൽ പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യുന്നു, അത് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന കാര്യം. ഇനി അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ മാർക്കറ്റിംഗ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനലി സർവീസ് മീൻസ് ഇറ്റ്സ് അബൌട്ട് ദ ആഫ്റ്റർ സെയിൽ സർവീസ്. ഓക്കെ, അടുത്ത കാറ്റഗറി എന്താണ്? സപ്പോർട്ട് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രൈമറി ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ വേണം. അതാണ് സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ പറയുന്നത്. ദീസ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ദ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സ് ടു എനേബിൾ പ്രൈമറി ആക്ടിവിറ്റി ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി. അപ്പോൾ പ്രോപ്പറായിട്ട്
ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൈമറി ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഈ പറയുന്നത്. സോ അവിടെ നമുക്ക് 4 തരത്തിലുള്ള എലമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, സ്റ്റാർട്ടിങ് വിത്ത് ഫേം ഇൻഫ്രാസ്ട്രക്ചർ. ഫേമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? മാനേജ്മെൻറ്റ്, ഫിനാൻസ്, പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണം അല്ലേ? ഇതെല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രൈമറി ഫങ്ഷൻസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. HRM, ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്, അവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള കോമ്പൻസേഷൻ കാര്യങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് HRMൽ വരുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ദ ആക്ടിവിറ്റീസ് വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടെക്നോളജി ടു ഇംപ്രൂവ് ദ വാല്യൂ ചെയിൻസ് എഫിഷ്യൻസി. അപ്പം ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിന്നാലാണ് നമുക്കതും സാധിക്കും. ഫൈനലി ഇറ്റ്സ് അബൌട്ട് പ്രൊക്യൂർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഇറ്റ്സ് അബൌട്ട് സോഴ്സിങ്, നെഗോഷിയേറ്റിംഗ്, അക്വയറിംഗ് നെസസറി ഇൻപുട്സ് ഫോർ പ്രൈമറി ആക്ടിവിറ്റീസ് സച്ച് എസ് റോ മെറ്റീരിയൽ, കമ്പോണൻസ് ആൻഡ് സർവീസ്. അതായത് ഈ പറയുന്ന റോ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്കലി നമ്മൾ എടുക്കേണ്ടുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം എവിടെ വരും? പ്രൊക്യൂറിങ്. അതായത് എവിടെ നിങ്ങളത് പർച്ചേസ് ചെയ്യുന്നു, എവിടെ നിങ്ങൾക്ക് അത് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസിൽ പറയുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് വാല്യൂ ചെയിൻ, അതിനുള്ളിൽ വരുന്ന ആക്ടിവിറ്റീസ്, വിച്ച് ഓൾ ആർ പ്രൈമറി ആക്ടിവിറ്റി, ഏതൊക്കെയാണ് ഈ പറയുന്ന സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസിലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ജാനുവരി 2023 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്ടിവിറ്റീസ് ഇൻ വാല്യൂ ചെയിൻ കൺസേൺഡ് വിത്ത് റിസീവിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇൻപുട്സ് ടു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിവിഷൻ. സോ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് റോ മെറ്റീരിയലിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെവിടെയാണ്? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലാണോ? അല്ല. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സിലാണോ? അല്ല. അതെവിടെയാണ് വരുന്നത്? ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ഇസ് ആക്ച്വലി റിലേറ്റഡ് വിത്ത് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അതിന് ശേഷമാണ് ഇൻബൗണ്ട്. യെസ്, ഇൻബൗണ്ടിലാണ് നമ്മൾ ഇൻപുട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഓപ്പറേഷനിൽ ഇതിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈക്കൽ പോർട്ടേഴ്സ് വാല്യൂ ചെയിനെ കുറിച്ചിട്ടാണ്. സോ മാർക്കറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. സോ നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൂടെ നമ്മൾ ചെറിയൊരു ഏരിയ ആയിട്ടാണ് പഠിക്കുന്നത്. നമുക്കൊരൊറ്റ ചാപ്റ്റർ ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിന് കൃത്യമായിട്ടൊരു സ്പെസിഫിക്കേഷൻ കൊടുത്താൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് ചോദിക്കുന്ന ഏരിയയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.